ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടല്ലേ. എന്തെങ്കിലും ഒരു നല്ലൊരു റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടിയും വലിയൊരു കാരണമാണ്. ഇന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നവംബർ മുതലാണ് എൻ്റെ ആ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. വേറൊന്നിനൊന്നുമല്ല, നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട് സർട്ടിഫിക്കറ്റൊക്കെ കളക്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ദേ മാർ ഇവാനിയസിൻ്റെ ലോ കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ നേരത്തെ നമ്മൾ കോളേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട്. അപ്പോൾ എൻ്റെ കോളേജ് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് കയറിയതാണ്. പിന്നെ തിരിച്ചിറങ്ങുന്നത് വൈകുന്നേരം 3:45 ആയപ്പോഴത്തേക്കാണ്. കാരണം ഈ യൂണിവേഴ്സിറ്റി ചെന്നാൽ അറിയാമല്ലോ, ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് നമ്മളിങ്ങനെ ഷട്ടിലടിക്കുന്ന പോലെയാണ് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് അവർ പറയുമോ? ഇല്ല. അവർക്ക് ഓരോത്തിനും ഓരോ സമയമുണ്ട്. എന്നാലും മാത്രമേ അവരത് പറഞ്ഞു തരത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് നല്ല പോലെ ടെമ്പർ തെറ്റും. പിന്നെ നമ്മുടെ ആവശ്യമായതുകൊണ്ട് എല്ലാം സഹിച്ച് നമ്മളവിടെ നിൽക്കണം. അങ്ങനെ എന്താണെങ്കിലും 3:45 ആയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. തങ്കൂനാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ബാർ കൗൺസിലിൽ നിന്ന് നമ്മളെ വിളിക്കുന്നത്. ഞാൻ LLB ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്ന. അപ്പോൾ അതിൻ്റെ എൻറോൾമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ വെരിഫിക്കേഷനാണ് ഇന്ന് നടക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആദ്യം ഓൺലൈനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാനായിട്ടാണ് ആ ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് നമ്മൾ ബാർ കൗൺസിലിൽ വന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ എൻറോൾമെൻറ്റിനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോയത്. കാരണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് മാത്രം വരേണ്ടി വരും. എന്താണെങ്കിലും വന്ന സ്ഥിതിക്ക് ആ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് നമ്മുടെ ഗൗണും അങ്ങനെയുള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ലുലുവിലോട്ടാണ് പോയത്. തങ്കൂനെ ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും പൊന്നും മാത്രമാണ് ഇന്ന് വന്നത്. അപ്പോൾ തങ്കൂൻ്റെ വക ഒരു വലിയ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ലിസ്റ്റിലുള്ള സാധനം ഇല്ലാതെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ വേറെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഡ്രസ്സ് അവക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ലുലുവിൽ നിന്ന് ഇറങ്ങി. ഈ തിരുവനന്തപുരത്ത് എവിടെ വഴിതെറ്റിപ്പോയാലും എങ്ങനെയാലും തപ്പിപ്പിടിച്ച് നമ്മുടെ സ്ഥലത്ത് വരാനായിട്ട് അറിയാം. പക്ഷേ എറണാകുളമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എനിക്ക്. അത് കാരണം തന്നെ ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് മെട്രോയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ കയറി വന്നത്. അങ്ങനെ നവംബർ 4-നായിരുന്നു എൻറോൾമെൻറ്റ് ഉണ്ടായിരുന്നത്. രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി 8:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഹൈക്കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. അങ്ങനെ ഹൈക്കോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നതിന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രോഗ്രാമിന് കയറിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉമ്മച്ചിയും വാപ്പായും പിന്നെ എൻ്റെ ഇളയ 2 അനിയത്തിമാരും തങ്കുവും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് 2 ആൾക്കാരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. ഇവർക്ക് 2 പേർക്കും ഈ പ്രോഗ്രാം കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 2 ആൾക്കാർ സ്ഥലത്തില്ലാത്ത കാരണം പ്രോഗ്രാം കൂടാൻ പറ്റിയില്ല. അങ്ങനെ സ്റ്റേജിൽ കയറി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അങ്ങനെ നമ്മുടെ എൻറോൾമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ എൻ്റെ മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ചാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം.